വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തം ഇന്നും അതിൻ്റെ ഞെട്ടൽ ആർക്കും മാറിയിട്ടില്ല. പക്ഷേ ആ ദുരന്തം സംഭവിച്ച് ഒരു മാസം തികയുകയാണ്. കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തം. അതിൻ്റെ ഇരകൾ ഇന്നും പുനരധിവാസത്തിൻ്റെ പെടാപ്പാടുകളിലൊക്കെയാണ്. ഒരുപാട് പേർ താൽക്കാലികമായിട്ടുള്ള താമസങ്ങളുടെ ഇടങ്ങളിലേക്കൊക്കെ മാറിയിട്ടുണ്ടെങ്കിലും വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് അവർ ഭാവിയെ. ബാക്കി കിട്ടിയത് 231 മൃതദേഹങ്ങൾ, 212 ശരീരഭാഗങ്ങൾ. കാണാതായത് 119 പേരെ, 397 പേർക്ക് പരിക്കേറ്റു. പുഞ്ചിരിവട്ടവും മുണ്ടക്കൈയും ചൂരൽമലയും ഒലിച്ചുപോയി. 1555 പാർപ്പിടങ്ങൾ ഇനി പാർക്കം കൊള്ളില്ല. 17 കുടുംബങ്ങളിൽ ഇനി ഒരാളും ബാക്കിയില്ല. ഒന്നര കിലോമീറ്റർ റോഡും 3 പാലങ്ങളും പോയി. 3 സ്കൂളുകളും 300ഓളം കടകളും സ്ഥാപനങ്ങളും ഇല്ലാതായി. 626 ഹെക്ടർ കൃഷി നശിച്ചു. വയനാടൻ മലകളിൽ നിന്ന് കണ്ണീരൊഴുകി. പിന്നിട്ടത് ഒരു മാസം. 728 കുടുംബങ്ങളെ താൽക്കാലികമായി പുനരധിവസിപ്പിച്ചു. ജില്ലയിലെ 7 പഞ്ചായത്തുകളിലായി. കണക്കുകൾ ഇപ്പോഴും അപൂർണമാണ്. ഉരുൾപൊട്ടൽ 1200 കോടി രൂപയുടെ പ്രത്യക്ഷ നഷ്ടമുണ്ടാക്കി. ടൂറിസം തിരിച്ചടി വയനാട്ടിലെ നിരവധി കുടുംബങ്ങളെ ദുരിതത്തിലാക്കി. കേരളം കൈകോർത്താണ് ഉരുൾപൊട്ടി സ്തംഭിച്ച മനുഷ്യരെ ചേർത്തു പിടിച്ചത്. വയനാട് ഇപ്പോഴും സഹായം തേടുകയാണ്. അന്നവും പാർപ്പിടവും പോയ മനുഷ്യർക്ക് അഭിമാനത്തോടെ നിവർന്നു നിൽക്കാൻ. മാതൃഭൂമി ന്യൂസ്, വയനാട്.